ഒരു കൂട്ടലുകളോ കുറയ്ക്കലുകളോ ഇല്ലാതെ വളരെ കൃത്യതയോടെ ചുരുക്കി ഒരു കഥ കേൾക്കുന്നത് പോലെ നമുക്ക് പറഞ്ഞു പോകാം. ചാവക്കാട് മാർക്കറ്റ്. അവിടുത്തെ ഒരു പച്ചക്കറി മൊത്ത വ്യാപാരിയായിരുന്നു ജോണി. എന്നും തിരക്കേറിയ ആ മാർക്കറ്റിൽ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു കടയുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം കച്ചവടം കഴിഞ്ഞ് കണക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്തത്. കടയുടെ മുന്നിലെ ഷെഡിൽ മഴ നനയാതിരിക്കാൻ കുറച്ചുപേർ കയറി നിന്നു. പെട്ടെന്നൊരു ഇടിവെട്ട് പോലെയുള്ള ശബ്ദം. ജോണി അലറിക്കൊണ്ട് മേശയിലേക്ക് ചാഞ്ഞു. കൂടെയുണ്ടായിരുന്നവർ ഓടി വന്നു നോക്കുമ്പോൾ ജോണി തളർന്നിരിക്കുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഹൃദയാഘാതം മൂലമാണ് ജോണി മരിച്ചതെന്നാണ് എല്ലാവരും വിശ്വസിച്ചത്. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. സംസ്കാരത്തിന് തൊട്ടു മുമ്പ് മൃതദേഹം കുളിപ്പിക്കുമ്പോഴാണ് ജോണിയുടെ മകൻ അച്ഛന്റെ മുതുകിൽ ഒരു ചെറിയ മുറിവ് ശ്രദ്ധിക്കുന്നത്. സംശയം തോന്നിയ അവൻ ആ ഷർട്ട് സൂക്ഷിച്ചു വെച്ചു. അച്ഛന്റെ മുതുകിലെ ആ ചെറിയ മുറിവ്, ആ കീറിയ ഷർട്ട് വെറും ആകസ്മികതയാണോ അതോ കൊലപാതകമാണോ? ഈ സംശയം അവനെ SP വിൻസെന്റ് പോളിന്റെ അടുത്തെത്തിച്ചു. തുടർന്ന് നടന്നത് ഉദ്വേഗജനകമായ സംഭവങ്ങളാണ്. കേസ് അന്വേഷിക്കാൻ കുന്നംകുളം സർക്കിൾ ഇൻസ്പെക്ടർ എത്തിയതോടെയാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. അങ്ങനെ ജോണിയുടെ മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി. സർജന്റെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ജോണിയുടെ ശ്വാസകോശത്തിൽ ഒരു ചെറിയ വെള്ളാരം കല്ല്. അത് പോലീസിനെ കുറച്ചൊന്നുമല്ല വലച്ചത്. ഒരു ബോംബ് സ്ഫോടനമാണോ? പോലീസ് ആ കടയും പരിസരവും അരിച്ചു പെറുക്കി. പക്ഷേ സ്ഫോടനത്തിന്റെ ഒരു ചെറിയ തെളിവ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അന്വേഷണം വഴിമുട്ടിയ ആ നിമിഷത്തിലാണ് ഡോക്ടർ ഉമാദത്തൻ എന്ന വിദഗ്ധൻ വരുന്നത്. ആ ഷർട്ടിലെ ദ്വാരവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അദ്ദേഹം സൂക്ഷ്മമായി പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു കാര്യം തെളിഞ്ഞു. ഇത് വെടിയുണ്ടയേറ്റ മുറിവാണ്. പക്ഷേ ശരീരത്തിൽ വെടിയുണ്ട കാണാനില്ല. എങ്കിലത് ശരീരത്തിനകത്തു തന്നെയാകണം. എല്ലാവരെയും മുൾമുനയിൽ നിർത്തിയ മറ്റൊരു ചോദ്യം. മഴയുടെ ആ സമയത്ത് ഒരു ചെറിയ ശബ്ദം പോലും ആരും കേട്ടില്ലേ? സത്യം കണ്ടെത്താൻ പോലീസ് നടത്തിയ നാടകീയമായ ആ പരീക്ഷണം എടുത്തു പറയേണ്ടതാണ്. ക്യാമ്പിൽ വെച്ച് വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ച് വെടിവെച്ച് പഴയ ശബ്ദവുമായി അത് ഒത്തുനോക്കി. ഒടുവിൽ ആ .22 കാലിബർ നാടൻ തോക്കിന്റെ ശബ്ദം സ്ഥിരീകരിക്കപ്പെട്ടു. ഇനി വെടിയുണ്ട കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. മൃതദേഹം അഴുകി തുടങ്ങിയിരിക്കുന്നു. ഇനി ഒരു പരീക്ഷണം വിജയിക്കുമോ? അപ്പോഴാണ് ആ വലിയ ഐഡിയ വരുന്നത്. മെറ്റൽ ഡിറ്റക്ടർ. ലോകത്ത് ആദ്യമായി അഴുകിയ ഒരു മൃതദേഹത്തിൽ നിന്ന് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് തെളിവ് കണ്ടെത്താനുള്ള ആ സാഹസിക ദൗത്യം. ചാവക്കാട് പള്ളിയിലെ ശ്മശാനത്തിൽ വീണ്ടും ആ ജനസാഗരം തടിച്ചുകൂടി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമം. മെറ്റൽ ഡിറ്റക്ടറിന്റെ ബീപ്പ് ശബ്ദം കേൾക്കാനായി എല്ലാവരും കാത്തിരുന്നു. പലതവണ നിരാശരാക്കി. ഒടുവിൽ ജോണിയുടെ ശ്വാസകോശത്തിന് മുകളിൽ ഡിറ്റക്ടർ എത്തിയ ആ നിമിഷം, ആ ബീപ്പ് ശബ്ദം കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരുടെ ഉള്ളിലുണ്ടായ ആശ്വാസം. ശ്വാസകോശത്തിനുള്ളിൽ നിന്ന് ആ ചെറിയ വെടിയുണ്ട പുറത്തെടുക്കുമ്പോൾ അതൊരു ചരിത്ര നിമിഷമായിരുന്നു. CBI അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ ജോണിയുടെ ബിസിനസ് എതിരാളിയാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെന്ന് വെളിപ്പെട്ടു. പണം നൽകി വാടക കൊലയാളിയെ കൊണ്ട് ജോണിയെ വെടിവെച്ച് കൊല്ലിക്കുകയായിരുന്നു. ലോകത്ത് തന്നെ ആദ്യമായി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഒരു വെടിയുണ്ട കണ്ടെത്തിയ ഈ സംഭവം കേരള പോലീസിന്റെയും ഫോറൻസിക് വിദഗ്ധരുടെയും മിടുക്ക് വിളിച്ചോതുന്നു. നീതിക്ക് വേണ്ടി നടത്തിയ ആ പോരാട്ടം ഒരു പുസ്തകത്തിൽ കുറിച്ചിടേണ്ട അധ്യായമായി ഇന്നും ബാക്കി നിൽക്കുന്നു.